ടി കെ അസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്ന് ഞാനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നു. ഈ വീഡിയോയിൽ ഏഴര ശനിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് അപഗ്രഥിച്ച് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പേടി സ്വപ്നമാണ് ഈ ശനി എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ ശനി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക, എന്തൊക്കെയാണ് ശനിദശ എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ ശനിദശയിൽ നമ്മൾ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത്, അപ്പം അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ധാരണ നിങ്ങളിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് എന്താണ് ഈ ശനിദശ എന്ന് നമുക്ക് നോക്കാം. ഈ ശനിദശ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ഭയപ്പെടാറുണ്ട്. എന്നാൽ ശനി ഇഷ്ടരാശിയിൽ നിൽക്കുന്ന ഒരാളുടെ ഏറ്റവും ഉന്നതിയുള്ള കാലം ശനിദശാകാലമായിരിക്കും. മാത്രവുമല്ല, ഈ ശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല ഈ ദോഷങ്ങളെല്ലാം ചെയ്യുന്നത്. ശനി നിൽക്കുന്ന സ്വക്ഷേത്രത്തിൽ, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം, അങ്ങനെ നിൽക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം ഈ ശനിദശാകാലം എന്ന് പറയുന്നത് പലപ്പോഴും അതിഗുണങ്ങൾ തരുന്നതായിരിക്കാം. എന്നാൽ ഈ ഗ്രഹങ്ങളെല്ലാം രാശിചക്രത്തിൽ എപ്പോഴും ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിനെയാണ് നമ്മൾ ഗ്രഹചാരം എന്ന് പറയുന്നത്. അങ്ങനെ ചാരവശാൽ ശനി ജനിച്ച കൂറിന്റെ 12-ലും ജനിച്ച കൂറിലും ജനിച്ച കൂറിന്റെ 2-ലും വരുമ്പോഴാണ് നമ്മൾ ഈ ഏഴര ശനി എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റ് നമ്മൾ ഓർക്കണം. ചാരവശാൽ ജനിച്ച കൂറിന്റെ 12-ലും ജനിച്ച കൂറിലും ജനിച്ച കൂറിന്റെ 2-ലും ശനി വരുമ്പോഴാണ് ഏഴര ശനി. അപ്പോൾ ഈ ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് 2.5 വർഷക്കാലമാണ്. അങ്ങനെ 3 രാശികളിലായിട്ട് ശനി 3 × 2.5 എന്ന് പറയുമ്പോൾ 7.5 വർഷക്കാലം നിൽക്കുന്ന സമയമാണ് ഏഴര ശനി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പേര് വന്നത് ഏഴര ശനി എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾക്ക് ശനി എന്ന് പറയുന്ന ദശയാണ് എങ്കിൽ, ആ ഏഴര ശനിയാണ് എങ്കിൽ, തീർച്ചയായിട്ടും അയാൾ 7.5 വർഷക്കാലം ഈ ശനിയുമായി ബന്ധപ്പെട്ട് ചില ദുരന്തങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കാലം എന്ന് പറയുന്നത് അതികഷ്ടമായ ഒരു കാലമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ശനി എന്ന് പറയുന്നത് നമുക്ക് ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ആ ഏഴര ശനിക്കാലം എന്ന് പറയുന്നത് അതികഷ്ടമായ കാലമായിരിക്കും. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാം. ഒരു വെടിക്കെട്ടിന് തീ കൊടുത്താൽ പൊട്ടിക്കേറുന്ന കാലം, നിന്ന് പൊട്ടുന്നൊരു കാലം, പൊട്ടാതെ തെറിച്ച് വീണതെല്ലാം പൊട്ടുന്നതും പൊട്ടിക്കുന്നതുമായൊരു കാലം, ഇങ്ങനെ 3ആയിട്ടാണ് ശനിയെ നമ്മൾ കാണുന്നത്. അതായത് 12-ലും ജന്മത്തിലും 2-ലും ശനി വരുന്ന ഏഴര ശനിക്കാലത്തെ അനുഭവമാണ് ഞാനൊരു താരതമ്യം ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏഴര ശനി ഏതൊക്കെ കൂറുകാർക്കാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏഴര ശനി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം പ്രധാനമായും 2025 മാർച്ച് മാസം 29-ാം തീയതി ശനി മീനക്കൂറിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പം മീനക്കൂറിൽ പ്രവേശിച്ച ശനി ഇപ്പം മീനക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീനക്കൂർ മാത്രമല്ല, പിന്നെ നമുക്ക് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജന്മക്കൂറെന്ന് പറയുന്ന ഇവിടെ മീനൻ രാശിയിൽ ജനിച്ചവിടെ ജന്മക്കൂറിലും, അതിന് തൊട്ട് മുമ്പ് കുംഭം രാശിയിൽ ജനിച്ചവർക്കും, അതുപോലെ തന്നെ മേടം രാശിയിൽ ജനിച്ചവർക്കും ഇപ്പം ഏഴര ശനിയാണ്. അങ്ങനെ 9 നാളുകാർക്ക് ഏഴര ശനിയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴ്. അതേതൊക്കെയാണ്? കുംഭക്കൂറ്, മീനക്കൂറ്, അതുപോലെ തന്നെ മേടക്കൂറ് എന്ന് പറയുന്ന 3 രാശിക്കാർക്ക് ഇപ്പം ഏഴര ശനി കാലഘട്ടമാണ്. അപ്പം ഇവിടെ കുംഭക്കൂറ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, അവിട്ടമര, ചതയം, പൂരിട്ടാതി മുക്കാല്. മീനക്കൂറ് എന്ന് പറയുമ്പോഴത്തേക്ക് പൂരിട്ടാതി കാല്, ഉത്രട്ടാതി രേവതി. മേടക്കൂറുകാർ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാല്. ഇങ്ങനെയുള്ള 9 നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനിക്കാലമാണ്. അപ്പോൾ ഈ ഏഴര ശനിക്കാലത്ത് നമുക്കറിയാം, ഒരാളുടെ ജീവിതത്തിൽ 3 പ്രാവശ്യം വരെ ശനി വരാൻ സാധ്യതയുണ്ട്. 60 വയസ്സിന് മേൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മിക്കവാറും 3 പ്രാവശ്യം ജീവിതത്തിൽ ഈ ഏഴര ശനി വരുന്നതാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഏഴര ശനി എന്ന് പറയുന്ന ഒരു കുട്ടിക്കാലത്തെ ബാലാരിഷ്ടതയായി നമുക്ക് കടന്നു പോകും. എന്നാൽ 2ാമത്തെ ഏഴര ശനി എന്ന് പറയുന്ന നല്ല പ്രായത്തിലായിരിക്കും. അപ്പം ഈ സമയത്ത് ഏഴര ശനി ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമ്മളെ ജീവിത പുരോഗമനത്തിനായി മാർഗം തരുന്ന ഒരു കാര്യമായിരിക്കും ശനി എന്ന് പറയുന്നപ്പോൾ. അപ്പം കർമ്മം നല്ലതാണെങ്കിൽ കൂടുതൽ വിഷമിപ്പിക്കുകയില്ല. മാത്രവുമല്ല, 3ാമത്തെ ഏഴര ശനി കാലം വരുമ്പോൾ നമുക്ക് വാർദ്ധക്യമായിരിക്കും. അപ്പോൾ 1ഉം 2ഉം വലിയ പ്രശ്നമില്ല. 3ാമത്തെ ഏഴര ശനി എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ പറയണമെന്നില്ല.
പക്ഷെ അങ്ങനെ മൂന്നാമത്തെ ഏഴരശനി വരുന്ന സമയത്ത് നമുക്ക് വാർദ്ധക്യ കാലമായിരിക്കും. ഇപ്പൊ ശരീരത്തിന് ക്ഷീണകാലം, കുടുംബ പ്രാരാബ്ധമുള്ള സമയം, അതോടൊപ്പം തന്നെ ഒരുപാട് വൈഷമ്യങ്ങളൊക്കെ നമുക്ക് സൃഷ്ടിക്കുന്ന ഒരു സമയമാണ്. ചിലപ്പം നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ഏഴരശനി കാലം മൂന്നാം ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും മരണം വരെ സംഭവിക്കും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട സ്വന്തപ്പെട്ട ആൾക്കാരുടെ മരണം നമ്മളെ വളരെയേറെ വേദനിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ നിത്യ രോഗിയായി കഴിയേണ്ടി വരും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഏഴരശനിക്കാലം വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, എല്ലാ പേരും അങ്ങനെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കണമെന്നില്ല. ഏഴരശനിക്കാലത്തെക്കുറിച്ച് നമ്മൾ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവരുടെ പ്രവൃത്തി നല്ല പ്രവൃത്തിയാണെങ്കിൽ, നന്മ ചെയ്തിട്ടുള്ള പ്രവൃത്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ കർമ്മഗുണമനുസരിച്ച് ഏഴരശനിയിൽ ആ ദോഷം കൂടിയും കുറഞ്ഞു വരികയും. ഇപ്പോൾ ഒരാൾ അനീതിയും അതുപോലെ തന്നെ അഴിമതിക്കും കൂട്ടു നിൽക്കുക, കൈക്കൂലി വാങ്ങുക, അതുപോലെ തന്നെ കലഹമുണ്ടാക്കുക, അങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ചില സ്വഭാവമുള്ള ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഏഴരശനി കാലം എന്ന് പറയുമ്പോൾ കഷ്ടകാല സമയം വരുന്ന സമയത്ത് ഇവർ ചെയ്ത പ്രവൃത്തികളുടെയൊക്കെ ദോഷഫലം കൂടുതൽ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ജീവിതത്തിൽ സന്മാർഗിയായി ജീവിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏഴരശനി കാലം എന്ന് പറയുന്നത് ചിലപ്പം കുറച്ചുകൂടെ ഗുണം ചെയ്തു പോകുന്ന ഒരു സംഭവമായിരിക്കും. കാരണം തീർച്ചയായും ഏഴരശനി കാലം എന്ന് പറയുന്ന അവർ ചെയ്ത പ്രവൃത്തിയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഏഴരശനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊതുവായി പറയാൻ പറ്റുന്ന ചില ഫലങ്ങളുണ്ട്. എന്തൊക്കെ ഏഴരശനിയുടെ പൊതുഫലങ്ങൾ എന്ന് പറയുന്നത്? അലച്ചിലുണ്ടാകാം, ഏത് കാര്യത്തിലും തടസ്സമുണ്ടാകാം, അതുപോലെ തന്നെ ധനഹാനി, ദാരിദ്ര്യം, അപമാനം, വിരകം, നിരാശ, ചിലപ്പോൾ ജോലി ലഭിക്കാനുള്ള താമസം, അന്യദേശത്ത് ജോലി ലഭിക്കുക, വിദേശവാസം, സ്ഥാനചലനം, അതുപോലെ തന്നെ കോപം അധികമായി ഉണ്ടാകുക, മാരക പ്രവർത്തികൾ ഉണ്ടാകുക, ദുർചിന്തകൾ ഉണ്ടാകുക, അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ട് പലപ്പോഴും കലഹിക്കുക, ബന്ധുക്കളെയും ഗുരുജനങ്ങളെയും മാതാപിതാക്കളെയും നിന്ദിക്കുക, അപ്പം ജയിൽവാസം ഉണ്ടാവുക, ചിലപ്പം കോടതി തന്നെ കയറുക, പോലീസ് കേസിൽ ചെന്ന് പെടുക, ജോലി സ്ഥലത്ത് വളരെയേറെ അലസതയുണ്ടാകുക, മേലധികാരികളുടെ അതൃപ്തിക്ക് കാരണമാകുക, വീട്ടിൽ അനർത്ഥങ്ങൾ വരിക, വീടിന് കേടുപാടുകൾ സംഭവിക്കുക, പിന്നെ കടബാധ്യതയാൽ വിഷമിക്കുക, കടത്തിൽ ചെന്ന് വീണു പോവുക, ഭാര്യ പുത്രാദികൾക്ക് രോഗം, മരണം മുതലായ ദുരിതങ്ങൾ ഉണ്ടാകുക, പിന്നെ വ്യവകാരങ്ങളാവാം, രോഗങ്ങളാൽ വിഷമിക്കുന്നവരാവാം, ആപത്ത്, അപമൃത്യു, ഭയം, മാനസിക രോഗങ്ങൾ, അതോടൊപ്പം തന്നെ മാനസികമായി കഠിനമായ ശരിക്കും സമ്മർദ്ദങ്ങൾ. എങ്ങനെ ഏഴരശനിയുടെ ദോഷഫലങ്ങളെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പം ഇത് എല്ലാ പേർക്കും അങ്ങനെ വരണമെന്നൊന്നുമില്ല, അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. എങ്കിൽ പോലും തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു ഏഴരശനി കാലഘട്ടം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണ്ണമാവും എന്നൊക്കെ ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ചിലരുടെ അനുഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് കുംഭക്കൂറ്, അതുപോലെ തന്നെ മീനക്കൂറ്, മേടക്കൂറ്, ഇങ്ങനെയുള്ള 3 കൂറുകാർക്ക് 9 നക്ഷത്രത്തിൽപ്പെട്ട ഈ കൂറുകാർക്ക് ഇപ്പം ഏഴരശനികാലമാണ്. ഇതിൽ നമുക്കറിയാം, ഈ മീനക്കൂറുകാർക്ക് മീനൻ രാശിയിലുള്ള പൂരിട്ടാതി കാല്, ഉത്രട്ടാതി രേവതി ഇവരെ ജന്മത്തെ ശനിയാണ്. അപ്പം ഈ ജന്മത്തെ ശനി എന്ന് പറയുമ്പോൾ നമുക്ക് 12-ലോ 2-ലോ നിൽക്കുന്ന കണക്കല്ല. ജന്മത്തെ ശനി എന്ന് പറയുന്നത് ജന്മത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ വളരെ കൂടുതലായി. അപ്പോൾ രോഗങ്ങൾ വരാം, അതുപോലെ തന്നെ രോഗം വന്നാൽ വിട്ടുമാറാനുള്ള പ്രയാസങ്ങളുണ്ടാവാം, അതുപോലെ മാനസികമായ സമ്മർദ്ദമുണ്ടാകാം, നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവാം. അങ്ങനെയൊക്കെ വളരെയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ജന്മക്കൂറിൽ ശനി വന്നാൽ. മറ്റ് 2-ലും 12-ലും 2-ലും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ദോഷമില്ല എന്നല്ല എൻ്റെ അർത്ഥം. അപ്പം ഈ ഉള്ളതിൽ കൂടുതലെന്ന് പറയുന്നത് ജന്മക്കൂറിൽ ശനി നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഇങ്ങനെ ഈ ഏഴരശനി കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ചോടേണ്ട കാലമൊന്നുമില്ല. മാത്രവുമല്ല, ഏഴരശനിക്കാലം കടന്നു പോകുമ്പോഴത്തെ ഒരു മനുഷ്യൻ പൂർണ്ണവാനാവും. മാത്രമല്ല, അവൻ എങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുമെന്ന് ശരിക്കും ശനിദേവൻ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംഭവം കൂടിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം അയാൾ അനുഭവിക്കാത്ത വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിക്കാൻ പറ്റുമോ അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന സകല കാര്യങ്ങളും അനുഭവിച്ച് അദ്ദേഹം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി വരുന്ന ഒരു പ്രതീതിയാണ് ഈ ശനിക്കാലം കഴിഞ്ഞു വരുന്ന സമയം. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഇനി അതിൻ്റെ സമ്പത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കുക,
അതേപോലെ തന്നെ ജീവിതത്തിൽ നമ്മളെ കഷ്ടകാല സമയത്ത് ആരൊക്കെയാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്, അപ്പം ജനങ്ങളെ, സഹോദരങ്ങളെ, ബന്ധുക്കളെയൊക്കെ തിരിച്ചറിയാനുള്ളൊരു സാധ്യത, പൈസയുടെ മൂല്യം എത്രയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ നമുക്ക് അർത്ഥപൂർണമായി ജീവിക്കാൻ എങ്ങനെയാണ് സാധിക്കുക, ഇതൊക്കെ ശനിദേവൻ പഠിപ്പിച്ച ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ പഠിച്ച് പാസ്സായി നമ്മൾ പുതിയൊരു രോഗത്തേക്ക് ഇറങ്ങുന്ന പോലെയാണ് ഈ ശനിയുടെ കാലഘട്ടം കഴിയുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ശനി എന്തായാലും വരും, ഒരു തവണയെങ്കിലും ശനി വരാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമുക്ക് എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഈ ശനി കാലഘട്ടത്തിൽ നമ്മൾ വരുന്ന സമയത്ത് അതിന് ശനി ദോഷപരിഹാരങ്ങൾ നമ്മൾ ചെയ്യാം. എന്തൊക്കെയാണ് ഈ ദോഷപരിഹാരങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ ഇഷ്ടംപോലെ പൈസ ചെലവാക്കി അമ്പലത്തിൽ പോയി ഒരുപാട് പൂജകളൊക്കെ ചെയ്ത് അങ്ങനെ പൂജാരിക്കും അല്ലെങ്കിൽ അമ്പലത്തിനൊക്കെ ഗുണം ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിൽ നല്ലപോലെ മനസ്സിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നന്നായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നൊക്കെ പറയുന്ന ശനി ആ ദുരിതമനുഭവിക്കുന്ന ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടുപോകുന്നൊരു സാഹചര്യം വരുമ്പം നമ്മൾ മനസ്സിൽ ശാന്തി ഉണ്ടാവാൻ വേണ്ടി തൽക്കാല ശാന്തിക്കായി ചില പരിഹാരങ്ങൾ നമുക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതിൽ ശനിയുമായി ബന്ധപ്പെട്ട ദേവനാണ് ശാസ്താവ് എന്ന് പറയുന്നത്. അപ്പം ശാസ്താവിനെ ഭജിക്കുക, അതുപോലെ തന്നെ ശനി ദേവനെ പ്രീതിപ്പെടുത്തുക, ശനി മന്ത്രം ജപിക്കുക, ശനി പൂജ നടത്തുക, അതുപോലെ തന്നെ ഈ ശിവന് നമ്മൾ ധാര നടത്തുക, മൃത്യുഞ്ജയ ഹോമം നടത്തുക. അങ്ങനെ ശാസ്താവിന് എണ്ണ തുടങ്ങിയവ, നാളികേരം, ഇതൊക്കെ കൊണ്ട് നമ്മൾ പൂജകൾ ചെയ്യുക. ഇതൊക്കെയാണ് ഇങ്ങനെ നമുക്ക് ശരിക്കുമുള്ള പരിഹാര ക്രിയകൾ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ പോലും ഇവിടെയൊക്കെ നമ്മൾ ദേവാലയങ്ങളിൽ പോയി ഇങ്ങനെ നമ്മളൊരു പൂജ നടത്താൻ വേണ്ടി ദ്രവ്യങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ എല്ലാ ജോലിയും തീർന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നതിന് പകരം നമ്മൾ മനസ്സൊരുക്കി ശരിക്കും പ്രാർത്ഥനയും വിശ്വാസത്തോടും കൂടി നന്നായിട്ട് ഭജിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ഫലം കിട്ടുകയുള്ളൂ. അപ്പം അതിലൂടെ നമുക്ക് ഈ ശനി ദോഷത്തിൻ്റെ വലിയ കാഠിന്യമൊക്കെ ഒന്ന് കുറച്ച് മനസ്സിനെ നമുക്കൊന്ന് ധൈര്യപ്പെടുത്താൻ ഇത് വളരെയേറെ സഹായിക്കുന്ന ഒരു കാലമാണ്. പിന്നെ നിങ്ങൾ ഏഴര ശനി എന്ന് കണ്ടുകൊണ്ടേ തന്നെ നമ്മുടെ ജീവിതം മൊത്തം അങ്ങ് തകർന്നു പോയി, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും അങ്ങനെയൊന്നും പറയുന്നതിന് പകരം ഇത് എങ്ങനെ ഇതിനെ തരണം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മനസ്സിന് നല്ല ധൈര്യം കൊടുത്ത് നമ്മൾ ദൈവവിശ്വാസത്തിൽ ഊതി നിന്നുകൊണ്ട് ഈ ജീവിതത്തെ ഇങ്ങനെ തരണം ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ശനിയുടെ കാലഘട്ടം മാറുമ്പോഴത്തേക്ക് ശനിദേവൻ നമ്മളിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അതൊക്കെ അതേപോലെ തന്നെ തിരിച്ചു തരുന്നതിന് ഇരട്ടിയായിട്ട് തിരിച്ചു തരുന്നൊരു കാലഘട്ടം നമുക്ക് വരും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം പിന്നെ നമ്മളെ ജീവിതം മൊത്തം അങ്ങനെ പോകേണ്ടത്. അതുകൊണ്ട് ശനിയെ പഴിച്ചുകൊണ്ട് നമ്മൾ ജീവിതം ഇങ്ങനെ അലസതയായിട്ട് ഒന്നും ജോലി ചെയ്യാതെ പ്രവൃത്തി ദോഷമില്ലാതെ നമ്മളിങ്ങനെ പഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചും അത് വർക്ക് ചെയ്യുകയും അടങ്ങിയും കൂടി ഒരു സ്ഥലത്തിരിക്കാതെ നമ്മൾ വളരെ ചെറുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനെ നമ്മുടെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഈ ശനി ദോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ശനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 3 കൂറിൽ ജനിച്ച ആൾക്കാർക്കാണ് ഇപ്പം ഏഴര ശനി കടന്നു പോകുന്നത്. അതായത് കുംഭക്കൂറിൽ ജനിച്ചവർ, മീനക്കൂറ്, അതുപോലെ തന്നെ മേടക്കൂറ്. അപ്പം ഈ 3 രാശികളിൽ, അതായത് കുംഭക്കൂറിലുള്ള അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്, മീനക്കൂറിലുള്ള പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, മേടക്കൂറിലുള്ള അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം. അപ്പോൾ ഈ പറഞ്ഞ കൂറിൽപ്പെട്ടവർക്കാണ് ഇപ്പോൾ ഈ ശനിദോഷം, ഏഴര ശനി കാലം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശനിദോഷത്തെക്കുറിച്ച്, ഏഴര ശനിയെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത വീഡിയോയിൽ ഈ കണ്ടകശനിയും അഷ്ടകശനിയും കുറിച്ച് നമുക്കൊന്ന് പ്രതിപാദിക്കാം. നന്ദി, നമസ്കാരം.